ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. കഴിഞ്ഞ 43 ദിവസങ്ങൾക്കിടയിൽ 542 മണ്ഡലങ്ങളിലെ ജനങ്ങൾ 18ാം ലോക്സഭയിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തു. സൂറത്തിൽ ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവസാന ഘട്ടത്തിൽ 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായുള്ള 57 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കാണ് പോളിംഗ് നടന്നത്. വൈകുന്നേരം 5 മണിവരെ 58% പോളിംഗ് രേഖപ്പെടുത്തി. 904 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മത്സരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മുന്നോടിയായി പ്രതിപക്ഷ INDI മുന്നണി നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. 295 ലോക്സഭാ സീറ്റുകളിൽ കൂടുതൽ നേടുമെന്ന് മുന്നണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുപ്പും തങ്ങൾ അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികളും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തതായി യോഗത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി 370-ലധികം സീറ്റുകൾ നേടുമെന്നും 400-ലധികം സീറ്റുകളിൽ NDA വിജയിക്കുമെന്നും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വികസിത സ്വാശ്രയ ഇന്ത്യ എന്ന ആശയത്തെയാണ് രാജ്യത്തെ ജനങ്ങൾ അനുകൂലിക്കുകയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് വിജയിപ്പിക്കുന്നതിൽ പങ്കാളികളായ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഗാധമായ നന്ദി അറിയിച്ചു. 18ാം ലോക്സഭയ്ക്കായി രാജ്യത്തെ വോട്ടർമാർ തങ്ങളുടെ അവകാശം പൂർണ്ണമായും വിനിയോഗിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിജയി വോട്ടർമാരാണെന്നും കമ്മീഷൻ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളും വോട്ടെണ്ണലിന് വേണ്ടി സജ്ജമായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. വോട്ടെണ്ണൽ ദിനത്തിൽ രാവിലെ 8 മണിക്ക് തപാൽ ബാലറ്റുകൾ ആദ്യം എണ്ണും. അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം വിവിപാറ്റ് സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തും. വോട്ടെണ്ണൽ ദിനം ഡ്രൈ ഡേ ആയിരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഫലം തത്സമയം അറിയാൻ ഏകീകൃത സംവിധാനം സജ്ജമാക്കിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം ഫലം അറിയാനാവും. results.eci.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഫലം ലഭ്യമാവുക. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും വേദിയിൽ നടക്കും. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ നല്ല ആരോഗ്യശീലങ്ങൾ പാഠമാക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. മഴ തുടരുന്നതിനാൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നിരവധി രോഗങ്ങൾ പകരാൻ സാധ്യതയുള്ളതിനാൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ശ്രദ്ധിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മെഡിസെപ് ബാധകമായ എല്ലാ പെൻഷൻകാരും മെഡിസെപ് പോർട്ടലിൽ തങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് അവ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ട്രഷറി ഡയറക്ടർ. തിരുത്തലുകൾ ആവശ്യമുള്ളവർ അപേക്ഷ ജൂൺ 10 മുൻപ് ബന്ധപ്പെട്ട ട്രഷറിയിൽ സമർപ്പിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറി താമസിക്കണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി ക്യാമ്പുകളിലേക്ക് മാറണമെന്നും മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2020 ലോകകപ്പ് 9ാം പതിപ്പിന് നാളെ തുടക്കമാകും. അമേരിക്കയും കാനഡയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. 4 ഗ്രൂപ്പുകളിലായി 20 ടീമുകളാണ് ഇത്തവണ ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് T20ക്ക് വേദിയാകുക. ഈ മാസം 5-ന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് സന്നാഹ മത്സരം ന്യൂയോർക്കിൽ പുരോഗമിക്കുകയാണ്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 8 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 73 റൺസ് നേടിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.